ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ 40 ലക്ഷത്തോളം ജനങ്ങൾ. 110 വർഷം മുമ്പ് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ കെട്ടിയുയർത്തിയ ഒരു അണക്കെട്ട് ഒരു ജനസമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്നു. ശാന്തമായി ഒഴുകുന്ന ഒരു നദി പെട്ടെന്ന് സംഹാര രൂപം പൂണ്ട് തങ്ങളുടെ ജീവൻ കവർന്നെടുക്കാൻ പാഞ്ഞെടുക്കുന്നത് അവർ ഭീതിയോടെ മനസ്സിലാക്കുന്നു. ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തം വില കൊടുത്തു വാങ്ങാൻ ഒരുങ്ങുകയാണ് നാം. 1886 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ തന്റെ ഹൃദയരക്തം കൊണ്ട് തുല്യം ചാർത്തിയ ഒരു കരാർ 40 ലക്ഷം ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാൾ പോലെ നിൽക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി കേരളത്തിൽ മാറി മാറി വന്ന ഭരണകർത്താക്കളുടെ കഴിവുകേടിന്റെ നേർചിത്രമായ ഒരു അണക്കെട്ട് മുല്ലപ്പെരിയാർ. മോഹകാലത്തെ പൊതിഞ്ഞൂറിയ വിഷനീലപ്പുക പോൽ ഭയം, ഇതിനുള്ളിലാണല്ലോ നാമും. ഇത് നമ്മിൽ വന്നേറും പ്രാചീന ദുഃഖം, ഇത് നമ്മിൽ വന്നേറും പ്രാചീന ദുഃഖം. ശിലാവേരുകൾ മുതൽ നൊന്തു നൊന്തുകൊണ്ടിരിക്കുന്നു, ശിലാവേരുകൾ മുതൽ നൊന്തു നൊന്തുകൊണ്ടിരിക്കുന്നു. 1988 ജൂലൈ 18 കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിന് മുകളിൽ നിന്ന് ചൂളം വിളിച്ചെത്തിയ ദുരന്തം 109 ജീവൻ കവർന്നെടുത്തു. നാടിനെ നടുക്കിയ പെരുമൺ തീവണ്ടി ദുരന്തം. 2001 ജൂൺ 22 കടലുണ്ടി പുഴയിലേക്ക് പാലം തകർത്ത് ഇറങ്ങി വന്ന ദുരന്തം 64 പേരുടെ ജീവനെടുത്തു. കടലുണ്ടി തീവണ്ടി ദുരന്തം. 2004 ഡിസംബർ 26 അലറി വിളിച്ചെത്തിയ രാക്ഷസ തിരമാലകൾക്ക് മുമ്പിൽ ഒന്ന് കരയാൻ പോലുമാകാതെ മരിച്ചു വീണവരുടെ യഥാർത്ഥ കണക്കുകൾ പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല. പാഞ്ഞെടുത്ത തിരമാലകൾ കേരളത്തിലും 171 പേരുടെ ജീവൻ തകർത്തെറിഞ്ഞു. സുനാമി ദുരന്തം. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാനേ നമുക്ക് കഴിയൂ. തീവണ്ടി ദുരന്തവും സുനാമിയും ഒന്നും തടുത്തു നിർത്താൻ ആവില്ല. സർവ്വരാഷ്ട്രീയ പാർട്ടികളും ജാതിമത സംഘടനകളും ഒത്തുപിടിച്ചാലും ഈ ദുരന്തങ്ങളെ വഴിമാറ്റാനാകുമായിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ 40 ലക്ഷം ജനങ്ങളുടെ മേൽ പതിക്കാവുന്ന ഒരു ദുരന്തത്തെ നമുക്ക് ഒഴിവാക്കാം. ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കൂടി കെട്ടിയുയർത്തിയ ഒരു അണക്കെട്ടിൽ നിറഞ്ഞുകിടക്കുന്ന 450 ദശലക്ഷം ഘനമീറ്റർ ജലം 40 ലക്ഷം ജനങ്ങളുടെ ജീവന് വില പറയുന്നു. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ ലോകത്തൊരിടത്തും ഒരു ഗവൺമെന്റും ഇത്തരം ഒരു സംവിധാനം നിലനിർത്തുകയില്ലെന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പേരുള്ള ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അവരുടെ തലമുറകളായുള്ള നിലനിൽപ്പിന്റെയും ജീവന്റെയും സ്വത്തിന്റെയും മുഴുവൻ സർവ്വവിനാശത്തിന് കാരണമാകുന്ന 2-3 ജില്ലയെ അതിന് വിധേയമാക്കുന്ന ഒരു സാഹചര്യം നിലനിർത്തുന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയിൽ നിന്നുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. അതിന് യാതൊരു സംശയമില്ല. ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തത്തെ വിലക്കെടുക്കാനും അത് വെച്ച് രാഷ്ട്രീയ വിലപേശൽ നടത്താനുമുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഒന്നോർക്കുക, ഐക്യ കേരളത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നാം ഒരു ദുരന്തത്തിന് ചെവി കൊടുക്കേണ്ടി വന്നാൽ കഴിഞ്ഞ 50 വർഷമായി മാറി മാറി ഭരിച്ച ഒരു ഭരണാധികാരിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ലോകത്ത് 100 വർഷത്തിലധികം പഴക്കമുള്ള 3 ഡാമുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ ഡാം. ബ്രിട്ടീഷ് ഭരണത്തിൽ മദ്രാസ് ഗവർണറുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ മദ്രാസ് സർക്കാരുമായി പാട്ടക്കരാർ ഒപ്പുവെച്ചത്. നീണ്ട 24 വർഷം കരാറിൽ ഒപ്പുവെക്കാതെ പിടിച്ചുനിന്ന രാജാവ് അവസാനം ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. ബ്രിട്ടീഷുകാരെ നേരിട്ട് വരുന്ന മദ്രാസിൽ ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മധുര, രാമനാട് ജില്ലകൾ കുടിവെള്ളക്ഷാമം അതുപോലെ ജലസേചന പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ അവർക്ക് ആ പ്രദേശങ്ങളിലെ കർഷകരെ സഹായിക്കാൻ പ്രത്യേക താൽപര്യമുള്ളതുകൊണ്ട് കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദിയിലെ വെള്ളം അങ്ങോട്ട് തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കരാറിന് രൂപം കൊടുത്തത്. അതിന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു തിരുവിതാംകൂർ ഗവൺമെന്റ് എന്നുള്ളതുകൊണ്ട് തിരുവിതാംകൂറിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് തന്നെയാണ് ഈ കരാർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചരിത്ര
പഠനം നടത്തുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ജലസേചന ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാൻ തയ്യാറാക്കിയ കരാറിന്റെ മറവിൽ തമിഴ്നാട് പിന്നീട് വൈദ്യുതി ഉൽപാദനവും ആരംഭിച്ചു. തമിഴ് ജനതയ്ക്ക് കുടിവെള്ളം നൽകാനും തേനി, മധുര, രാമനാഥപുരം, ശിവഗംഗ തുടങ്ങി 7ഓളം ജില്ലകളിൽ ജലസേചനം നടത്താനുമായി കേരളം കാണിച്ച മഹാമനസ്കതയെ അവഗണിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്. മുല്ലപ്പെരിയാർ ജലം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലാണ് അവരുടെ കണ്ണ്. അതുകൊണ്ട് തന്നെ 40 ലക്ഷം ജനങ്ങളുടെ ജീവന് ഇവിടെ വിലയില്ലാതാവുന്നു. വളരെ ശാസ്ത്രീയമായി പഠനം നടത്തുന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഡാമുകളുടെ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ കാലപ്പഴക്കം ടെന്യൂർ അല്ലെങ്കിൽ പീരീഡ് 50 വർഷം പരമാവധി ഒരു ഡാമിന്റെ. സുർക്കി കൊണ്ട് മാത്രം പണിതിട്ടുള്ള ഒരു അണക്കെട്ട് 111 വർഷം പിന്നിടുമ്പോൾ അതിന്റെ ബലത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ബലക്ഷയത്തിലുള്ള വീതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് 136 അടിയിൽ നിന്ന് വെള്ളം ഇനിയും കൂട്ടരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൂട്ടിയാൽ ഫോൾട്ട് സോണിലുള്ള നിർമ്മിച്ചിട്ടുള്ള ഈ അണക്കെട്ട് പൊട്ടാനുള്ള സാധ്യത കാണുകയാണ്. 999 വർഷത്തേക്കുള്ള പാട്ടക്കരാറിലാണ് 50 വർഷം ആയുസ്സുള്ള മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. തേക്കടി വനത്തിനുള്ളിൽ പെരിയാർ നദിക്ക് കുറുകെ ബ്രിട്ടീഷ് എഞ്ചിനീയറായ പെന്നിക്കുക്കാണ് ഈ ഡാം നിർമ്മിച്ചത്. പെരിയാറ്റിലെ മലവെള്ളപ്പാച്ചിലിൽ നിർമ്മാണഘട്ടത്തിൽ 2 തവണ ഡാം തകർന്നു. തുടർന്ന് നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് 1895 പെന്നിക്കുക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. തേക്കടി വനത്തിനുള്ളിലെ 8000 ഏക്കർ പ്രദേശമാണ് പാട്ടക്കരാറിന്റെ പരിധിയിൽപ്പെടുന്നത്. പ്രതിവർഷം 40,000 രൂപയായിരുന്നു പാട്ടം. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടെ നിലവിലുള്ള കരാറുകൾ റദ്ദാകേണ്ടതായിരുന്നെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതുണ്ടായില്ല. 1970 മെയ് 29 ഈ പാട്ടക്കരാർ പുതുക്കി. പാട്ടം ഏക്കറിന് 30 രൂപയായി ഉയർത്തി. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പോലെ അതിപ്രധാനമായ ഒരു കരാർ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളത് പുതുക്കുമ്പോൾ കേരളത്തിലെ നിയമസഭയുടെ അനുമതിയോടുകൂടി മന്ത്രിസഭാ തലത്തിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കൊണ്ടുള്ളതിന് നിയമസാധുത തന്നെ ഇല്ല. പക്ഷെ സംഭവിച്ചത് ഉദ്യോഗസ്ഥ തലത്തിൽ തമിഴ്നാടിന്റെ സെക്രട്ടറിയും കേരളത്തിന്റെ സെക്രട്ടറിയും ജലവകുപ്പ് സെക്രട്ടറിയും തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം അതിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കി ആരും അറിയാതെ കൊണ്ട് ഈ കരാർ പുതുക്കുകയും ഒരു സുപ്രഭാതത്തിൽ മുല്ലപ്പെരിയാർ കരാർ പുതുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇതാണ് 1970 സംഭവിച്ചത്. ഈ പുതുക്കൽ നടപടിയിലൂടെയാണ് കേരളത്തിന്റെ അവകാശങ്ങൾ ഏറെക്കുറെ നഷ്ടമായത്.